തയമ്മം ചെയ്ത് നമസ്കരിച്ച നമസ്കാരങ്ങൾ അത്രയും പിന്നീട് രോഗാവസ്ഥ മാറിക്കിട്ടിയ ശേഷം വീണ്ടും ഖളാ വീട്ടണം എന്ന ഉസ്താദുമാരാരോ പറഞ്ഞു എന്നും ആ രൂപത്തിൽ വീണ്ടും നമസ്കരിക്കുന്നു എന്നും ഒരു രോഗിയിൽ നിന്നും കേൾക്കേണ്ട. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പ്രവർത്തനത്തിന് പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടോ? മദ്ഹബിൽ വല്ല അഭിപ്രായങ്ങളും അങ്ങനെയുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തയമ്മം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഫുഖഹാക്കൾ ചർച്ച ചെയ്തത്. അതിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ് തയമ്മം എന്നത് മുബീഹുസ്സല, നിസ്കാരത്തെ ഹലാലാക്കുന്ന ഒരു തൽക്കാലം ഹലാലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അഥവാ വെള്ളം ലഭിക്കാത്ത അവസ്ഥയോ അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ അവൻ തയമ്മം ചെയ്യുന്നു. ആ തയമ്മം ചെയ്യുന്നത് കാരണത്താൽ ആ നിസ്കാരം അപ്പോൾ ഹലാലാവും. പിന്നീട് ഈ കാര്യം മാറിക്കഴിഞ്ഞാൽ, അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും നിസ്കരിക്കണം. ഇതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത് മുബീഹുസ്സലയല്ല തയമ്മത്തിലൂടെ സംഭവിക്കുന്നത്, ശുദ്ധി തന്നെയാണ്. അഥവാ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക തന്നെയാണ് അതിലൂടെയും സംഭവിക്കുന്നത്. റഫ്ഉൽ ഹദസ് തന്നെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തയമ്മം ചെയ്ത് കഴിഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ സാധാരണ വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ ഒന്നാമത് പറഞ്ഞ അവസ്ഥ പറഞ്ഞ ആളുകൾ പറഞ്ഞു, ഒരു ഫർള് നിസ്കാരത്തിന് ഒരു തയമ്മേ പറ്റുള്ളൂ, ഒരു തയമ്മത്തിലൊരു ഫർള് നിസ്കാരമേ പറ്റുള്ളൂ, അടുത്ത നിസ്കാരത്തിന് അടുത്ത് വീണ്ടും തയമ്മം ചെയ്യണം. മാത്രമല്ല സുന്നത്തത്രമാണെങ്കിൽ നിസ്കരിക്കാം എന്നാണ്. എന്നാൽ ഇതിൽ രണ്ടാമത് പറഞ്ഞ അഭിപ്രായക്കാർ പറഞ്ഞത് ഒരു തയമ്മം ചെയ്ത് പിന്നീട് സാധാരണ വുളൂ മുറിയുന്ന കാര്യങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത്, ആ സംഭവിക്കുമ്പോൾ മാത്രം അടുത്തൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു തയമ്മം കൊണ്ട് തന്നെ ഒന്നിലധികം സാധാരണ വുളൂ കൊണ്ട് എങ്ങനെയാണോ നിസ്കരിക്കാറുള്ളത് ആ രൂപത്തിലുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാമെന്നതാണ്. പ്രമാണബദ്ധമായിക്കൊണ്ട് ഇവയെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത് പറഞ്ഞ അഭിപ്രായം, അഥവാ തയമ്മത്തിലൂടെ സംഭവിക്കുന്നത് ഹദസ് അഥവാ അശുദ്ധി എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതെയാവുക തന്നെയാണ്. അത് മുബീഹുസ്വലയല്ല. എന്നാൽ ഷാഫി മദ്ഹബിലൊക്കെ ആ വിഷയത്തിൽ ചർച്ച വരുമ്പോൾ മുബീഹുസ്വല എന്നുള്ള നിലക്കാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഷാഫി പണ്ഡിതന്മാരോടും അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും തയമ്മം ചെയ്ത് നിസ്കരിച്ചാണെങ്കിൽ വീണ്ടും മടക്കി നിസ്കരിക്കണം എന്നുള്ളത്. അത് അവരുടെ മദ്ഹബിലൊരു അഭിപ്രായം മാത്രമാണ്. പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിലൂടെ സത്യത്തിൽ ബദലായിക്കൊണ്ടാണ്, അഥവാ വുളൂ ചെയ്യാൻ കഴിയാത്ത, കുളിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ബദൽ പറഞ്ഞാൽ പകരമായിക്കൊണ്ട്, കുളിക്ക് പകരമായിട്ട് വുളൂഇന് പകരമായിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ചു തന്നതാണ് തയമ്മം എന്നതുകൊണ്ട് തന്നെ തയമ്മത്തിലൂടെ യഥാർത്ഥ വുളൂയിലൂടെ എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത്, യഥാർത്ഥ കുളിയിലൂടെ എന്താണ് സംഭവിക്കുന്നത് അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്ന അഭിപ്രായം തന്നെയാണ് ശരിയായ അഭിപ്രായം. അതുകൊണ്ട് തയമ്മം ചെയ്ത് നിസ്കരിച്ച ആളുകൾ പിന്നീട് അത് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.